2-1-25 പ്രഭാത് മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ പാർട്ട് ആക്യുറേറ്റ് ആണ്. ആ ഒന്ന് തൻ്റെതായ സമയത്ത് വരുന്നു. അല്പം പോലും വ്യത്യാസമുണ്ടാകാൻ കഴിയില്ല. ആ ഒന്നിൻ്റെ വരവിൻ്റെ സ്മാരകമായ ശിവരാത്രി നല്ലവണ്ണം ആർഭാടപൂർവം ആഘോഷിക്കൂ. ചോദ്യം: ഏത് കുട്ടികളുടെ വികർമ്മമാണ് പൂർണ്ണമായും വിനാശമാകാത്തത്? ഉത്തരം: ആരുടെ യോഗമാണോ ശരിയല്ലാത്തത്, ബാബയുടെ ഓർമ്മ നിലനിൽക്കാത്തത്, അപ്പോൾ വികർമ്മം വിനാശമാകുന്നില്ല. യോഗയുക്തം ആകാത്തത് കാരണം ഇത്രയും സദ്ഗതി ഉണ്ടാകുന്നില്ല. പാപം അവശേഷിക്കുന്നു, പിന്നെ പദവിയും കുറഞ്ഞു പോകുന്നു. യോഗം ഇല്ലെങ്കിൽ നാമരൂപങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു. അവരുടെ മാത്രം കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അവർക്ക് ദേഹി അഭിമാനിയായിരിക്കുവാൻ സാധിക്കില്ല. ഗീതം: ഇത് ആരാണ് ഇന്ന് അതിരാവിലെ വന്നിരിക്കുന്നത്? ഓം ശാന്തി. രാവിലെ എന്നത് എത്ര മണിയാണ്? ബാബ രാവിലെ എത്ര മണിക്കാണ് വരുന്നത്? ചിലർ പറഞ്ഞു 3 മണിക്ക്, ചിലർ പറഞ്ഞു 4, ചിലർ പറഞ്ഞു സംഗമത്തിൽ, ചിലർ പറഞ്ഞു 12 മണിക്ക്. ബാബ ആക്യുറേറ്റ് ആയത് ചോദിക്കുകയാണ്. 12-ന് നിങ്ങൾക്ക് രാവിലെ എന്ന് പറയാൻ സാധിക്കില്ല. 12 മണി കഴിഞ്ഞ് 1 സെക്കൻഡ് ആയെങ്കിൽ, 1 മിനിറ്റ് ആയെങ്കിൽ AM, അതായത് രാവിലെ ആരംഭിച്ചു. ഇത് തികച്ചും രാവിലെയാണ്. ഡ്രാമയിൽ ഈ ഒന്നിൻ്റെ പാർട്ട് തീർത്തും ആക്യുറേറ്റ് ആണ്. സെക്കൻഡിൻ്റെ പോലും കാലതാമസം ഉണ്ടാവുക സാധ്യമല്ല. ഈ ഡ്രാമ അനാദിയായി തയ്യാറാക്കപ്പെട്ടതാണ്. 12 മണി കഴിഞ്ഞ് 1 സെക്കൻഡ് ആവാത്തതുവരെയും AM എന്ന് പറയില്ല. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് രാവിലെയാണ്. വിദേശീയരുടെ AM, PM ആക്യുറേറ്റായി നടക്കുന്നു. അവരുടെ ബുദ്ധി പിന്നെയും നല്ലതാണ്. അവർ ഇത്രയും സദോ പ്രധാനവും ആകുന്നില്ല, തമോ പ്രധാനവും ആകുന്നില്ല. ഭാരതവാസികൾ തന്നെയാണ് 100% സദോ പ്രധാനവും പിന്നെ 100% തമോ പ്രധാനവുമാകുന്നത്. ബാബ വളരെ ആക്യുറേറ്റ് ആണ്. രാവിലെ എന്നാൽ 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. സെക്കൻഡിൻ്റെ കണക്ക് വയ്ക്കുന്നില്ല. സെക്കൻഡ് കടന്നു പോകുന്നത് അറിയാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. ലോകമാണെങ്കിൽ തീർത്തും ഘോര അന്ധകാരത്തിലാണ്. ബാബയെ എല്ലാ ഭക്തരും ദുഃഖത്തോടെ ഓർമ്മിക്കുന്നു. പതീത പാവന വരൂ. എന്നാൽ അത് ആരാണ്, എപ്പോഴാണ് വരുന്നത്? ഇതൊന്നും അറിയുന്നില്ല. മനുഷ്യനായിട്ടും ആക്യുറേറ്റായി ഒന്നും അറിയുന്നില്ല. കാരണം പതീതവും തമോ പ്രധാനവുമാണ്. കാമവും എത്ര തമോ പ്രധാനമാണ്. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. കുട്ടികളെ, കാമജീത്തും ജഗത് ജീത്തും ആകൂ. അഥവാ ഇപ്പോൾ പവിത്രമാവുകയില്ലെങ്കിൽ വിനാശം പ്രാപിക്കും. നിങ്ങൾ പവിത്രമാകുന്നതിലൂടെ അവിനാശി പദവി നേടും. നിങ്ങൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ബി ഹോളി, ബി യോഗി എന്ന സ്ലോഗനിലും എഴുതുന്നു. വാസ്തവത്തിൽ എഴുതേണ്ടത് ബി രാജയോഗി എന്നാണ്. യോഗി എന്നത് കോമൺ വാക്കാണ്. ബ്രഹ്മത്തോട് യോഗം യോജിപ്പിക്കുന്നു. അവരും യോഗിയായി. കുട്ടി പിതാവിനോടും സ്ത്രീ പുരുഷനോടും യോഗം യോജിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടേത് രാജയോഗമാണ്. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. അതിനാൽ രാജയോഗം എന്ന് എഴുതുന്നതാണ് ശരി. ബി ഹോളി ആൻഡ് രാജയോഗി. ദിനം പ്രതിദിനം കറക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാബയും പറയുന്നു, ഇന്ന് നിങ്ങളെ ഗുഹ്യത്തിലും ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ഇപ്പോൾ ശിവജയന്തിയും വരാൻ പോകുന്നു. ശിവജയന്തി നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കണം. ശിവജയന്തിക്ക് വളരെ നല്ല രീതിയിൽ സർവീസ് ചെയ്യണം.
ആരുടെ അടുക്കൽ എക്സിബിഷൻ ഉണ്ടോ എല്ലാവരും അവരവരുടെ സെൻറ്ററിൽ അഥവാ വീട്ടിൽ ശിവജയന്തി നല്ല രീതിയിൽ ആഘോഷിക്കൂ. ശിവ് ബാബ അഥവാ ഗീതാജ്ഞാനദാതാവായ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നതിൻ്റെ വഴി വന്നു പഠിക്കൂ. വിളക്കുകളും മറ്റും തെളിയിച്ചുകൊള്ളൂ. ഓരോ വീട്ടിലും ശിവജയന്തി ആഘോഷിക്കേണ്ടതാണ്. നിങ്ങൾ ജ്ഞാനഗംഗകളാണല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും പക്കൽ ഗീതാ പാഠശാല ഉണ്ടായിരിക്കേണ്ടതാണ്. ഓരോ വീട്ടിലും ഗീത പഠിക്കാറുണ്ടല്ലോ. പുരുഷന്മാരെക്കാൾ മാതാക്കൾ ഭക്തിയിൽ തീവ്രമാണ്. ഗീത പഠിക്കുന്ന കുടുംബം അഥവാ പരിവാരവുമുണ്ട്. അപ്പോൾ വീട്ടിലും ചിത്രം വയ്ക്കേണ്ടതാണ്. വന്ന് പരിധിയില്ലാത്ത പിതാവിൽ നിന്നും വീണ്ടും സമ്പത്ത് നേടൂ എന്ന് എഴുതണം. ഈ ശിവജയന്തിയുടെ ഉത്സവം വാസ്തവത്തിൽ നിങ്ങളുടെ സത്യമായ ദീപാവലിയാണ്. എപ്പോഴാണോ ശിവ് ബാബ വരുന്നത് അപ്പോൾ ഓരോ വീട്ടിലും പ്രകാശമുണ്ടാകുന്നു. ഈ ഉത്സവം നല്ലവണ്ണം വിളക്കുകളും മറ്റും തെളിയിച്ച് പ്രകാശമാനമാക്കി ആഘോഷിക്കൂ. നിങ്ങൾ സത്യമായ ദീപാവലി ആഘോഷിക്കുന്നു. ഫൈനൽ നടക്കേണ്ടത് സത്യയുഗത്തിലാണ്. അവിടെ ഓരോ വീട്ടിലും പ്രകാശം തന്നെ പ്രകാശം ഉണ്ടായിരിക്കും. അതായത് ഓരോ ആത്മാവിൻ്റെയും ജ്യോതി തെളിഞ്ഞിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ അന്ധകാരമാണ്. ആത്മാക്കൾ ആസുരീയ ബുദ്ധി ഉള്ളവരായി ഇരിക്കുകയാണ്. അവിടെ ആത്മാക്കൾ പവിത്രമായത് കാരണം ദൈവിക ബുദ്ധി ഉണ്ടായിരിക്കും. ആത്മാവ് തന്നെയാണ് പതീതവും ആത്മാവ് തന്നെയാണ് പാവനവും ആകുന്നത്. ഇപ്പോൾ നിങ്ങൾ വർത്ത് നോട്ട് പെന്നിയിൽ നിന്നും പൗണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് പവിത്രമാകുന്നതിലൂടെ ശരീരവും പവിത്രമായത് ലഭിക്കും. ഇവിടെ ആത്മാവ് അപവിത്രമാണ്. അപ്പോൾ ശരീരവും ലോകവും ഇംപ്യോറാണ്. ഈ കാര്യങ്ങൾ നിങ്ങളിലും യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നവർ കുറവാണ്. അവരുടെ ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കും. നമ്പർ വൈസായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രഹപ്പിഴയും ഉണ്ടാകുന്നു. ചിലപ്പോൾ രാഹുവിൻ്റെ ഗ്രഹപ്പിഴ നിലനിൽക്കുന്നു. അപ്പോൾ ആശ്ചര്യപൂർവം ഓടിപ്പോകുന്നവരാകുന്നു. ബൃഹസ്പതിയുടെ ദശയിൽ നിന്നും മാറി യഥാർത്ഥത്തിൽ രാഹുവിൻ്റെ ദശ ഉണ്ടാകുന്നു. കാമവികാരത്തിൽ പോയി രാഹുവിൻ്റെ ദശ ഉണ്ടാവുകയും ചെയ്തു. മല്ലയുദ്ധം നടക്കുന്നുവല്ലോ. മാതാക്കളായ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. കാരണം മാതാക്കൾ ഗൃഹിണിയാണ്, അതായത് കുടുംബിനിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഭ്രമരത്തെ ഗൃഹിണി അതായത് വീട് പണിയുന്നവർ എന്ന് പറയുന്നു. വീട് പണിയുന്നത് നല്ല വൈദഗ്ധ്യമാണ്. അതിനാൽ ഗൃഹിണി എന്ന പേരുണ്ട്. എത്ര പ്രയത്നിക്കുന്നു. അവയും തികഞ്ഞ മേസ്രിയാണ്. 2-3 മുറി ഉണ്ടാക്കുന്നു. 3-4 കീടങ്ങളെ കൊണ്ടുവരുന്നു. അതേപോലെ നിങ്ങളും ബ്രാഹ്മണികളാണ്. ഒന്നുകിൽ 1-2 പേരെ തയ്യാറാക്കൂ, അല്ലെങ്കിൽ 10-12 പേരെ, അല്ലെങ്കിൽ 100 പേരെ, അല്ലെങ്കിൽ 500 പേരെ തയ്യാറാക്കൂ. മണ്ഡപവും മറ്റും ഉണ്ടാക്കുന്നു. ഇതും വീടുണ്ടാക്കലായല്ലോ. അതിലിരുന്ന് എല്ലാവരെയും ഊതുന്നു. പിന്നെ ചിലരാണെങ്കിൽ മനസ്സിലാക്കി കീടത്തിൽ നിന്നും ബ്രാഹ്മണനാകുന്നു. ചിലർ ജീർണിച്ചതായി പുറത്തു വരുന്നു. അതിനർത്ഥം ഈ ധർമ്മത്തിലേതല്ല. ഈ ധർമ്മത്തിലുള്ളവർക്ക് മാത്രമേ പൂർണ്ണ രീതിയിൽ ടച്ച് ആവുകയുള്ളൂ. നിങ്ങൾ എന്തായാലും മനുഷ്യരാണല്ലോ. നിങ്ങളുടെ ശക്തി അവയേക്കാൾ, അതായത് ഭ്രമരത്തേക്കാൾ കൂടുതലാണ്. നിങ്ങൾക്ക് 2000 പേർക്കിടയിലും പ്രഭാഷണം നടത്താൻ സാധിക്കും. മുന്നോട്ട് പോകവേ 4000 മുതൽ 5000 വരെയുള്ളവരുടെ സഭയിലും നിങ്ങൾ പോകും. ഭ്രമരത്തിന് നിങ്ങളുമായി സാദൃശ്യമുണ്ട്. ഇക്കാലത്ത് സന്യാസിമാരും പുറത്ത് വിദേശങ്ങളിൽ പോയി പറയുന്നു, നമ്മൾ ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം പഠിപ്പിക്കുകയാണ്. ഇക്കാലത്ത് മാതാക്കളും കാവ്യ വസ്ത്രം ധരിച്ച് പോകുന്നു. ഫോറിനേഴ്സിനെ വഞ്ചിച്ചു കൊണ്ടുവരുന്നു.
അവരോട് പറയുന്നു, ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം ഭാരതത്തിൽ പോയി പഠിക്കൂ. ഭാരതത്തിൽ പോയി പഠിക്കൂ എന്ന് നിങ്ങൾ പറയുകയില്ല. നിങ്ങളാണെങ്കിൽ ഫോറിനിൽ പോകും. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് മനസ്സിലാക്കിക്കും, ഈ രാജയോഗം പഠിക്കൂ, എങ്കിൽ സ്വർഗത്തിൽ നിങ്ങളുടെ ജന്മമുണ്ടാകും. ഇതിൽ വസ്ത്രവും മറ്റും മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും മറന്ന് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് ലിബറേറ്ററും ഗൈഡും. എല്ലാവരെയും ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സതോപ്രധാനം ആകേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യം ഗോൾഡൻ ഏജിൽ ആയിരുന്നു, ഇപ്പോൾ അയൺ ഏജിലാണ്. മുഴുവൻ വേൾഡും മുഴുവൻ ധർമ്മത്തിലുള്ളവരും അയൺ ഏജിലാണ്. ഏത് ധർമ്മത്തിലുള്ളവരെ കണ്ടുമുട്ടിയാലും അവരോട് പറയണം, ബാബ പറഞ്ഞു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. പിന്നെ ഞാൻ കൂടെ കൊണ്ടുപോകും. ഇത്രമാത്രം, ഇത്ര തന്നെ, ഇത്രമാത്രം പറയൂ, കൂടുതൽ വേണ്ട. ഇത് വളരെ സഹജമാണ്. നിങ്ങളുടെ ശാസ്ത്രങ്ങളിലുമുണ്ട്. ഓരോ വീട്ടിലും സന്ദേശം നൽകി. ഒരാളെങ്കിലും അവശേഷിച്ചുവെങ്കിൽ അയാൾ പരാതി പറയും, എനിക്ക് ആരും പറഞ്ഞു തന്നില്ല, ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും പെരുമ്പറ മുഴക്കണം. ഒരു ദിവസം തീർച്ചയായും എല്ലാവരും അറിയും, ബാബ വന്നിരിക്കുകയാണ്, ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും സമ്പത്ത് നൽകുവാൻ. തീർച്ചയായും എപ്പോഴാണോ ഡേറ്റീസം ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ശാന്തിധാമത്തിലായിരുന്നു. ഇങ്ങനെയെല്ലാം ചിന്ത നടക്കേണ്ടതാണ്. സ്ലോഗൻ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ബാബ പറയുന്നു, ദേഹസഹിതം എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ ആത്മാവ് പവിത്രമായി മാറും. ഇപ്പോൾ ആത്മാക്കൾ അപവിത്രമാണ്. ഇപ്പോൾ എല്ലാവരെയും പവിത്രമാക്കി ബാബ ഗൈഡായി തിരികെ കൊണ്ടുപോകും. എല്ലാവരും അവരവരുടെ സെക്ഷനിലേക്ക് പോകും. പിന്നെ ഡേറ്റി ധർമ്മത്തിലുള്ളവർ നമ്പർ വൈസായി വരും. എത്ര സഹജമാണ്. ഇത് ബുദ്ധിയിൽ ധാരണ ആകേണ്ടത് ആവശ്യമാണ്. ആര് സർവീസ് ചെയ്യുന്നുവോ അവർ മറഞ്ഞിരിക്കുക സാധ്യമല്ല. ഡിസർവീസ് ചെയ്യുന്നവരും മറഞ്ഞിരിക്കുക സാധ്യമല്ല. സർവീസുകൾ ആയവരെ വിളിക്കുന്നു. ആർക്ക് ഒരു ജ്ഞാനവും മനസ്സിലാക്കിക്കാൻ സാധിക്കുന്നില്ലയോ അവരെ ആരും വിളിക്കുകയില്ല. അവർ കൂടുതൽ ദുഷ്പേരുണ്ടാക്കും. ബി കേസ് ഇങ്ങനെയാണോ എന്ന് പറയും. പൂർണ്ണമായും റെസ്പോണ്ടും ചെയ്യുന്നില്ല. അപ്പോൾ ദുഷ്പേര് ഉണ്ടായല്ലോ. ശിവബാബയ്ക്ക് ദുഷ്പേരുണ്ടാക്കുന്നവർക്ക് ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. ഇവിടെയും ചിലർ കോടിപതിയാണ്, പദമാപദം പതിയാണ്. ചിലരെയാണെങ്കിൽ നോക്കൂ, വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ബെഗേഴ്സും വന്ന് പ്രിൻസ് ആകും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്, സ്വർഗത്തിലെ പ്രിൻസ് ആയിരുന്ന അതേ ശ്രീകൃഷ്ണൻ പിന്നെ ബെഗർ ആകുന്നു. വീണ്ടും ബെഗർ ടു പ്രിൻസ് ആകും. ഇദ്ദേഹം ബെഗർ ആയിരുന്നുവല്ലോ, കുറച്ചൊക്കെ സമ്പാദിച്ചു. അതും കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാലന എങ്ങനെ നടക്കും? ഈ എല്ലാ കാര്യങ്ങളും ശാസ്ത്രങ്ങളിലില്ല. ശിവബാബ തന്നെയാണ് വന്ന് പറഞ്ഞു തരുന്നത്. തീർച്ചയായും ഇത് ഗ്രാമത്തിലെ ബാലനായിരുന്നു. പേര് ശ്രീകൃഷ്ണൻ എന്നൊന്നുമായിരുന്നില്ല. ഇത് ആത്മാവിൻ്റെ കാര്യമാണ്. അതിനാൽ മനുഷ്യർ കുഴങ്ങിയിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ശിവജയന്തിക്ക് ഓരോ വീട്ടിലും ചിത്രങ്ങൾ വച്ച് സർവീസ് ചെയ്യണം. ഇങ്ങനെ എഴുതണം, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും 21 ജന്മങ്ങളിലേക്കായി സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം സെക്കൻഡിൽ എങ്ങനെ ലഭിക്കുന്നു, അത് വന്ന് മനസ്സിലാക്കൂ. ഏതുപോലെ ദീപാവലിക്ക് മനുഷ്യർ ധാരാളം കടകൾ തുറന്നിരിക്കുന്നു, നിങ്ങൾ പിന്നെ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ കട തുറന്നിരിക്കണം. നിങ്ങളുടെ എത്ര നല്ല അലങ്കരിക്കപ്പെട്ട കടയായിരിക്കും. മനുഷ്യർ ദീപാവലിക്കാണ് ചെയ്യുന്നത്.
നിങ്ങൾ പിന്നെ ശിവജയന്തിക്ക് ചെയ്യൂ. എല്ലാവരുടെയും ദീപം ജ്വലിപ്പിക്കുന്ന ശിവ് ബാബ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അവരാണെങ്കിൽ ലക്ഷ്മിയോട് വിനാശി ധനം യാചിക്കുന്നു. ഇവിടെ ജഗദംബയിൽ നിന്നും നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. ഈ രഹസ്യം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ ഏതെങ്കിലും ശാസ്ത്രമൊന്നും എടുക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ നോളജ്ഫുൾ ആണല്ലോ. പിന്നെ ഇന്ന ഇന്ന കുട്ടികൾ സർവീസ് വളരെ നന്നായി ചെയ്യുന്നു എന്നത് അറിയുന്നുണ്ട്. അതിനാൽ ഓർമ്മ വരുന്നു. പിന്നെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് അറിയുന്നു എന്നല്ല. ചില സമയത്ത് മനസ്സിലാകുന്നു ഇവർ പതീതമാണ്, സംശയമുണ്ടാകുന്നു. അവരുടെ മുഖം തന്നെ നിരാശമായി പോകുന്നു. അപ്പോൾ മുകളിൽ നിന്നും ബാബയും സന്ദേശം അയക്കുന്നു, ഇവരോട് ചോദിക്കൂ. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ചിലർക്ക് വേണ്ടി പറയുന്നു, എല്ലാവരുടെയും കാര്യത്തിൽ പറയുകയില്ല. മുഖം കറുപ്പിക്കുന്ന ധാരാളം പേരുണ്ട്. ആര് ചെയ്യുമോ അവർ തൻ്റെ തന്നെ നഷ്ടമുണ്ടാക്കും. സത്യം പറയുന്നതിലൂടെ അല്പം നേട്ടമുണ്ടാകും, പറയാതിരുന്നാൽ കൂടുതൽ നഷ്ടമുണ്ടാക്കും. ഇത് മനസ്സിലാക്കണം. ബാബ നമ്മളെ വെളുപ്പാക്കുവാൻ വന്നിരിക്കുകയാണ്. നമ്മൾ പിന്നെ മുഖം കറുപ്പിക്കുന്നു. ഇത് മുള്ളുകളുടെ ലോകം തന്നെയാണ്. ഹ്യൂമൻ മുള്ളുകളാണ്. സത്യയുഗത്തെ പറയുന്നത് ഗാർഡൻ ഓഫ് അള്ളാഹു എന്നാണ്. ഇത് ഫോറസ്റ്റ് ആണ്. അതിനാൽ ബാബ പറയുന്നു, എപ്പോഴെല്ലാം ധർമ്മത്തിൻ്റെ ഗ്ലാനി ഉണ്ടാകുന്നോ അപ്പോൾ ഞാൻ വരുന്നു. ഫസ്റ്റ് നമ്പറിലെ ശ്രീകൃഷ്ണനെ നോക്കൂ. പിന്നെ 84 ജന്മങ്ങൾക്ക് ശേഷം എങ്ങനെയായി മാറുന്നു എന്ന്. ഇപ്പോൾ എല്ലാവരും തമോ പ്രധാനമാണ്. പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഡ്രാമയിലുണ്ട്. പിന്നെ സ്വർഗത്തിൽ ഇതൊന്നും ഉണ്ടായിരിക്കില്ല. പോയിന്റ്സ് അനേകമുണ്ട്. നോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതുപോലെ ബാരിസ്റ്റർമാരും പോയിന്റ്സിൻ്റെ ബുക്ക് വയ്ക്കാറുണ്ടല്ലോ. ഡോക്ടർമാരും പുസ്തകം വയ്ക്കുന്നു. അതിൽ നോക്കി ഔഷധം നൽകുന്നു. അപ്പോൾ കുട്ടികൾ എത്ര നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്, സർവീസ് ചെയ്യേണ്ടതാണ്. ബാബ നമ്പർ 1 മന്ത്രം നൽകിയിട്ടുണ്ട്, മന്മനാഭവ. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. അപ്പോൾ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും. ശിവജയന്തി ആഘോഷിക്കുന്നു. എന്നാൽ ശിവ് ബാബ എന്താണ് ചെയ്തത്? തീർച്ചയായും സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകിയിട്ടുണ്ടാകും. അതുണ്ടായിട്ട് 5000 വർഷമായി. സ്വർഗത്തിൽ നിന്നും നരകവും നരകത്തിൽ നിന്നും സ്വർഗവുമാകും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ യോഗയുക്തമാകൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാകും. എന്നാൽ യോഗം ശരിയല്ല. ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നില്ല എങ്കിൽ ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. വികർമ്മവും വിനാശമാവുകയില്ല. യോഗയുക്തം ആകാത്തതിലൂടെ ഇത്രയും സദ്ഗതിയും ഉണ്ടാകുന്നില്ല. പാപം അവശേഷിക്കുന്നു. പിന്നെ പദവിയും കുറഞ്ഞു പോകുന്നു. ധാരാളം പേരുണ്ട്, യോഗം ഒട്ടും തന്നെയില്ല, നാമരൂപത്തിൽ കുടുങ്ങിയിരിക്കുന്നു. അവരുടെ തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വികർമ്മം എങ്ങനെ വിനാശമാകും? ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകൂ. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ശിവജയന്തിക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ കട തുറന്ന് സേവനം ചെയ്യണം. വീടുകൾ തോറും പ്രകാശം പരത്തി എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം. സത്യമായ ബാബയോട് സത്യത ഉള്ളവരായി ഇരിക്കണം. ഒരു വികർമ്മവും ചെയ്ത് ഒളിപ്പിക്കരുത്. യാതൊരു പാപവും അവശേഷിക്കാത്ത വിധം യോഗയുക്തം ആകണം. ആരുടെയും നാമരൂപത്തിൽ കുടുങ്ങരുത്. വരദാനം. ഞാനെന്ന ബോധത്തെ ഇല്ലാതാക്കുന്ന ബ്രഹ്മബാബയ്ക്ക് സമാനം ശ്രേഷ്ഠ ത്യാഗിയായി ഭവിക്കട്ടെ.
സംബന്ധങ്ങളുടെ ത്യാഗവും വൈഭവങ്ങളുടെ ത്യാഗവും വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ ഓരോ കാര്യത്തിലും, സങ്കല്പത്തിൽ പോലും മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കുന്നതിൻ്റെ ഭാവന വയ്ക്കണം. അതായത് തൻ്റേതാണെന്ന ഭാവം ഇല്ലാതാക്കണം. ആദ്യം താങ്കൾ എന്ന് പറയണം. ഇതാണ് ശ്രേഷ്ഠ ത്യാഗം. ഇതിനെ തന്നെയാണ് സ്വയം തൻ്റെ ബോധത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. ഏതുപോലെ ബ്രഹ്മബാബ സദാ കുട്ടികളെ മുന്നിൽ വച്ചു. ഞാൻ മുന്നിലിരിക്കട്ടെ എന്നതിൻ്റെയും സദാ ത്യാഗിയായിരുന്നു. ഈ ത്യാഗം കാരണം ഏറ്റവും മുന്നിൽ, അതായത് നമ്പർ 1 പോകുന്നതിൻ്റെ ഫലം ലഭിച്ചു. അപ്പോൾ ഫോളോ ഫാദർ. സ്ലോഗൻ: പെട്ടെന്ന് ആരുടെയെങ്കിലും തെറ്റുകൾ കണ്ടെത്തുന്നതും ദുഃഖം നൽകലാണ്. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഏതുപോലെ ഉയർന്ന ടവറിൽ നിന്നും സകാശ് നൽകുന്നു, ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുന്നു, അതേപോലെ കുട്ടികളായ താങ്കളും തൻ്റെ ഉയർന്ന സ്ഥിതി അഥവാ ഉയർന്ന സ്ഥാനത്തിരുന്ന് ഏറ്റവും കുറഞ്ഞത് 4 മണിക്കൂർ വിശ്വത്തിന് ലൈറ്റും മൈറ്റും നൽകൂ. സൂര്യനും ഉയരങ്ങളിൽ ആയിരിക്കുമ്പോഴാണ് വിശ്വത്തിൽ പ്രകാശം നൽകുവാൻ സാധിക്കുന്നത്. അപ്പോൾ സാകാര സൃഷ്ടിക്ക് സകാശ് നൽകുന്നതിനു വേണ്ടി ഉയർന്ന സ്ഥാനത്തെ നിവാസിയാകൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മാവാൻ എന്ന സങ്കല്പത്തിൽ ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ഉയർന്ന സ്ഥിതി എന്നെ ഉപരാമമാക്കുന്നു. ഈ ദേഹത്തിലിരിക്കെ ഉപരാമ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹവും ദേഹിയും രണ്ടാണെന്ന വ്യക്തമായ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്ഥിതിയുടെ അനുഭവം എന്നെ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഉപരാമമാക്കുന്നു. സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ഈ വേറിട്ട സ്ഥിതിയിലൂടെ എനിക്ക് സഹജമായി ഒരു സെക്കൻഡിൽ ബിന്ദു രൂപമായി മാറാൻ സാധിക്കുന്നു. ബിന്ദു രൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ഈ ബിന്ദു രൂപസ്ഥിതി എന്നിൽ സഹജമായി ബിന്ദു രൂപനായ ബാബയുടെ സ്മൃതി വരുത്തുകയാണ്. അതിവേറിട്ടതും പ്രിയപ്പെട്ടതുമായ ബിന്ദു രൂപമായ ബാബയുടെ സന്താനമാണ് ഞാൻ എന്ന നിശ്ചയപൂർണ്ണ സ്മൃതി എന്നിൽ
ബാബയിലേക്ക് ഒരു അലൗകിക ആകർഷണവും നിസ്സീമമായ സ്നേഹവും വരുത്തുന്നു. ഈ ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനുമായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. സിന്ധുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്കും ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശബീജികൾ വ്യാപിപ്പിക്കുകയാണ്.